ട്രുട്രു ട്രുട്രു എന്ന ശബ്ദം നിങ്ങൾ കേൾക്കാറുണ്ടോ കൂട്ടുകാരെ? പിന്നെ കരിയില പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീർക്കോലി, വാൽമാക്രി, അതൊക്കെ നമ്മൾ കുളത്തിലൊക്കെ ഉണ്ടാവാറില്ലേ? അതിനൊക്കെ കണ്ടിട്ടുണ്ടോ? അതെ, അനേകായിരം ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അടങ്ങിയതാണ് നമ്മളുടെ ഈ പ്രകൃതി. പ്രകൃതിയെക്കുറിച്ച് കുട്ടികളെ ഉദ്ബോധരാക്കാൻ വേണ്ടി പ്രൊഫസർ എസ് ശിവദാസ് എഴുതി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തുവിട്ട ഒരു പുസ്തകമാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം. നാട്ടിലെ ഒരു ബാലവേദിയിലെ മാസ്റ്ററുടെയും കുട്ടികളുടെയും ഇടയിലുള്ള സംഭാഷണത്തിലൂടെ പ്രകൃതിയെയും അതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയെയും കുറിച്ച് വായനക്കാർക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കി തരും. വായിച്ചാലും വായിച്ചാലും തീരാത്തൊരു പുസ്തകമാണ് പ്രകൃതി. അതിൻ്റെ പേജുകൾ കീറാതെയും മുറിക്കാതെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മഴയും പുഴയും മാനും മീനും എല്ലാം ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. രഹസ്യങ്ങൾ നിറഞ്ഞ ആ വലിയ പുസ്തകത്തിലെ ഒരു ചെറിയ താൾമാത്രമാണ് നമ്മൾ മനുഷ്യർ. ചെറു പുസ്തകം ആ വലിയ പുസ്തകത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിക്കണേ.